കൂട്ടുകാരെ ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇത് സാംസങ് A50 എന്ന് പറഞ്ഞ ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ നമ്മുടെ ഈ കസ്റ്റമർ കൊണ്ടുവന്നത് ഇതിൽ ചാർജ് നിൽക്കുന്നില്ല, ചാർജ് സംബന്ധമായ ഇഷ്യൂസ് എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. നമ്മളിത് ചെക്ക് ചെയ്ത സമയത്ത് ബോഡിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. ബാറ്ററി മാറുന്നതിന് വേണ്ടി നമ്മളിത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ബാറ്ററി ഞാൻ പുതിയ ബാറ്ററിയൊക്കെ വാങ്ങിച്ചു. ഇത് ഒറിജിനൽ ബാറ്ററി ഒന്നുമല്ല, കേപ്പബിൾ ബാറ്ററിയാണ്. പക്ഷേ ഫോൺ വിളിച്ച സമയത്ത് നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ സാധിച്ചു. ബാറ്ററിയുടെ അവിടെ ആയിട്ടൊക്കെ ചില നോർമാലിറ്റീസ് ഉണ്ട്. അറിയാത്ത ആരോ, ഒരു ടെക്നീഷ്യൻ എന്ന രീതിയിലുള്ള അല്ലാത്ത ആരോ ഇത് ബാറ്ററി ഇളക്കാൻ ശ്രമിച്ചിട്ട് അവിടെ ആയിട്ടൊക്കെ ഇതൊക്കെ വന്നതിന് ശേഷം ഇളക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ ഈ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഒക്കെ നമ്മൾ ഇളക്കി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഒറിജിനൽ ബാറ്ററി അല്ല, ഇതൊരു കേപ്പബിൾ ബാറ്ററിയാണ്. അപ്പോൾ ചിലർക്കൊരു സംശയം ഉണ്ടാകും, ഒറിജിനൽ ബാറ്ററിക്ക് പകരം കേപ്പബിൾ ബാറ്ററി അല്ലെങ്കിൽ കോപ്പി ബാറ്ററി ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് പലരുടെയും ഒരു സംശയമാണ്. പഴയതുപോലെ ബാറ്ററി ബാക്കപ്പും പെർഫോമൻസൊക്കെ കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഒറിജിനൽ ബാറ്ററിയും കാട്ടി നല്ല രീതിയിൽ പെർഫോമൻസ് നൽകുന്ന, നല്ല ബാറ്ററി ബാക്കപ്പൊക്കെ നൽകുന്ന കേപ്പബിൾ ബാറ്ററികൾ, നല്ല കമ്പനിയുടെ ബാറ്ററികളുണ്ട്. അപ്പോൾ വാങ്ങിച്ചിടുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല ഒരു ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്കറിയാം ഏതൊക്കെ കമ്പനിയുടെ ബാറ്ററികളാണ്, ഏതൊക്കെ കേപ്പബിൾ ബാറ്ററിയാണ് നല്ല പെർഫോമൻസ് ഉള്ളത്. ആ കമ്പനിയുടെ നോക്കിയാണ് പല ടെക്നീഷ്യന്മാരും വാങ്ങിച്ചിടുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യത്തിൽ കസ്റ്റമർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ബാറ്ററി വാങ്ങുന്നത് ഏത് കമ്പനിയുടെ ഏത് കേപ്പബിൾ ബാറ്ററി ആയിരുന്നാലും നല്ല കമ്പനി നോക്കി വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മാർഗ്ഗം. അത് ഏത് സ്പെയറും ആയിക്കോട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ആരോ ഇളക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ സ്വന്തമായിട്ട് തന്നെ റിപ്പയർ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാം. കാരണം എൻ്റെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് പേർ ഫോണൊക്കെ പൊളിച്ച് വെച്ചിട്ട് ചേട്ടാ ഇനി എന്ത് ചെയ്യണം, അടുത്ത് കംപ്ലയിൻ്റ് ഉണ്ട്, ഇതിൻ്റെ സ്പെയർ എവിടെ കിട്ടും, അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നൊക്കെ പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം പലരും യൂട്യൂബ് വീഡിയോസുകളൊക്കെ കണ്ടിട്ട് പലരും ഫോൺ അവരുടെ സെക്കൻഡ് ഫോണായിരിക്കാം, അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന ഫോണായിരിക്കും, ഫോൺ റിപ്പയർ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പലരും ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. മൊബൈലിനെ കുറിച്ച് കൂടുതൽ അറിയാനും കൂടുതൽ പഠിക്കുക എന്നുള്ളതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ തന്നെ ഒരുപാട് മൊബൈൽ റിപ്പയർ സംബന്ധമായിട്ടുള്ള വീഡിയോസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ടെക്നിക്കൽ സപ്പോർട്ടിങ് ആവശ്യമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്പെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞങ്ങളുടെ ചാനലിൽ ഇപ്പോൾ ജോയിൻ സെക്ഷൻ കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സപ്പോർട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഫോണിലെ ഏത് കംപ്ലയിൻസും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾ റിപ്പയർ ചെയ്തോളൂ. പക്ഷേ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുന്ന ഒരു കാര്യം. ഫോണിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഒരു ടെക്നീഷ്യൻ പോലും ബാറ്ററി റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. ചിലപ്പോഴൊക്കെ ഫോണിൻ്റെ ബാറ്ററി നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഫ്രെയിമിലാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ആ ഒട്ടിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും. നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നതായിരുന്നാലും ശരി, കമ്പനിയിൽ നിന്ന് വരുന്നതായിരുന്നാലും ശരി, നല്ല രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത്. കാരണം ഇളക്കം വരാൻ പാടില്ല. ഇളക്കം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫോണിൻ്റെ ബോഡിനെയൊക്കെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഒട്ടിച്ചു വിടുന്നത്. അപ്പോൾ നമ്മൾ അത് ഇളക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ബാറ്ററി ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന ബാറ്ററികളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും 5000, 6000, 7000 mAh ഉള്ള ബാറ്ററികളാണ് വരുന്നത്. അതിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്നീഷ്യൻ വളക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ എടുത്ത്, ചിലപ്പോൾ ചില ബാറ്ററികളൊക്കെ അരമണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും ഇളക്കുന്നത്. അതായത് അതിൻ്റെ ഗം ഡൈല്യൂട്ട് ചെയ്യാനുള്ള ലിക്വിഡ് ഉപയോഗിച്ച് ഗം ഡൈല്യൂട്ട് ചെയ്യാനുള്ള ലിക്വിഡ് ഉപയോഗിച്ചും അതുപോലെ തന്നെ സെക്ഷൻ ഉപയോഗിച്ചും അതായത് വാക്വം സെക്ഷൻ ഉപയോഗിച്ചും ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലൊക്കെ സ്ലൈഡൊക്കെ കുത്തിക്കയറ്റി വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ ഇളക്കുന്നത്. എന്നാൽ ചില യൂട്യൂബിലെ വീഡിയോസൊക്കെ വളരെ കെയർലെസ് ആയിട്ട് ബാറ്ററി വളരെ പെട്ടെന്ന് ഇളക്കിയെടുക്കുന്നതും കണ്ടിട്ട്, അതൊക്കെ യൂട്യൂബിൽ അവർ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇളവുന്നതാണ്. അല്ലാതെ പെട്ടെന്ന് ഇളവുന്ന ഒരു കാര്യമല്ല ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. നിങ്ങൾ അത്തരം വീഡിയോസിൽ കണ്ടിട്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നിട്ടോ ഇതൊക്കെ കുത്തുകയാണെങ്കിൽ അങ്ങനെ കുത്താനേ പാടില്ല, അങ്ങനെ ചെയ്യാനേ പാടില്ല. ഒരു മെറ്റൽ ഉപയോഗിക്കാനേ പാടില്ല, ബാറ്ററി ഇളക്കുന്നതിന് മെറ്റൽ ഉപയോഗിക്കാനേ പാടില്ല. അങ്ങനെ ഇളക്കുകയാണെങ്കിൽ തന്നെ അത് ബ്ലാസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. ബാറ്ററി റിമൂവ് ചെയ്യുന്നത് ഒഴിച്ചുള്ള ബാക്കി എന്ത് വർക്ക് നിങ്ങൾക്ക് സ്വയമേ നിങ്ങൾ ചെയ്ത് പഠിക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അതിനുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകും. പക്ഷേ ബാറ്ററി റിമൂവ് ചെയ്യുന്ന കാര്യം മാത്രം നിങ്ങൾ ചെയ്യാതിരിക്കുക. വളരെ ഡേഞ്ചറാണ് അത് എന്ന് പറയുന്നത്. ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഒട്ടിച്ച് സെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ബാറ്ററി റിമൂവ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, ഏതെങ്കിലും കാരണവശാൽ ചെയ്യേണ്ടി വരികയാണെങ്കിൽ പോലും അതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് വളരെയേറെ കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഏകദേശം ഒരു 1%, 2% ആക്കിയിട്ട് വേണം നിങ്ങളെ ബാറ്ററി റിമൂവ് ചെയ്യാൻ. അതായത് അതിൻ്റെ വോൾട്ടേജ് പൂർണ്ണമായിട്ട് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഒരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബാറ്ററി ഏകദേശം ഒരു 2 വോൾട്ട് താഴോട്ട് വന്നതിന് ശേഷം മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചെയ്യരുത്. നിങ്ങൾ ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ബാക്കി എന്ത് വർക്ക് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. ഓക്കെ,
ഇത് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നത്. കാരണം ഇത് ഈ ഒരു ബാറ്ററി അത്രയ്ക്ക് നാശമാക്കിയിട്ടുണ്ട് അവർ. ഞാനത് കാണിച്ചിരുന്നില്ല, നാശമാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.